ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എൻ്റെ പേര് അനു, ഹസ്ബൻഡിൻ്റെ നെയിം സുനിൽ. ഞങ്ങളുടെ സ്ഥലം കട്ടപ്പനയാണ് വരുന്നത്. ഞാൻ തൊടുപുഴക്കാരിയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞാണ് കട്ടപ്പനയ്ക്ക് വന്നത്. ഇതൊരു പുതിയ തുടക്കമാണ്. വ്ളോഗ്സ് ബൈ അനൂസ് എന്ന ഈ ചാനലിൽ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫും ഡെയിലി വ്ളോഗ്സും ഫുഡ്, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പൂച്ചക്കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ വിശേഷങ്ങൾ, ഞങ്ങളുടെ വിശേഷങ്ങൾ, ട്രാവൽ വീഡിയോസ്, ഇതൊക്കെ ആഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ കുറേ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഇത് ഫസ്റ്റ് ലോങ് വീഡിയോയാണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകുവാണേ. ഇവിടെ കട്ടപ്പന ടൗണിൽ തന്നെയുള്ള കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ അയ്യപ്പൻ്റെ അടുത്ത് പോകാറുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയുടെ സമയത്താണ് ഞങ്ങൾ പോകുന്നത്. ഇതാണ് കട്ടപ്പന ടൗൺ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണം കേട്ടോ. കട്ടപ്പനയിലെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ഈ വീഡിയോയിലുണ്ട്. ഹൈ റേഞ്ചിലെ വലിയൊരു ടൗൺ തന്നെയാണ് കട്ടപ്പന. ഓരോ ദിവസം ചെല്ലുന്തോറും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ കൂടിയാണ് കട്ടപ്പന. അങ്ങനെ ഞങ്ങൾ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെത്തി. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളൂ അമ്പലത്തിലേക്ക്. ശനിയാഴ്ച ദിവസമായിരുന്നു, മഴയും ഉണ്ടായിരുന്നു, എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. കട്ടപ്പന പരിസരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്സവം നടക്കുന്നത് നമ്മുടെ ഈ കട്ടപ്പന ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലാണ്. മാർച്ച് മാസത്തിലായിരുന്നു ഉത്സവം. ഇനിയിപ്പോൾ അടുത്ത മാർച്ച് മാസം വരെ ഉത്സവത്തിനായി കാത്തിരിക്കണം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉറപ്പായിട്ടും പുറത്തുനിന്ന് കഴിക്കണമല്ലോ. അമ്പലത്തിൽ പോകുന്ന ദിവസം രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ലായിരുന്നു, ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുവാണ്. അപ്പോൾ കട്ടപ്പന സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആര്യസ് ഹോട്ടലിലേക്കാണ് പോകുന്നത്. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇതാണ് കട്ടപ്പന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്.
ഇവിടെ പ്രൈവറ്റ് വാഹനങ്ങളൊക്കെ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ കയറ്റും. അതുകൊണ്ട് ചെറു വാഹനങ്ങളും ബസ്സുകളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ സ്റ്റാൻഡിൽ എപ്പോഴും. ഇതാണ് ആര്യാസ് ഹോട്ടൽ. സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. അപ്പോൾ അതേ ഞങ്ങൾ നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ചിറങ്ങി. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സപ്ലൈകോയുടെ ഒരു പച്ചക്കറി സ്റ്റോളുണ്ട്, അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ വേറൊരു ആവശ്യത്തിന് അപ്പുറം വരെ പോയി. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി ഞാനിവിടെ ഇനി ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ. അപ്പോൾ ഒത്തിരി താമസിക്കാതെ ചേട്ടൻ വന്നു. ആ സമയത്ത് നല്ലൊരു മഴയും പെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയ പുതിയ വിശേഷങ്ങളായി ഉറപ്പായും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കൂടെ ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു ഓൾ.